കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് റബ്ബർ, കവുങ്ങ്, തെങ്ങ്, ജാതി, വാഴ എന്നിവയാൽ സമ്പന്നമായ ഒരു കാർഷിക ഗ്രാമമാണ്. മുൻകാലങ്ങളിൽ വയലായിരുന്ന പലയിടത്തും കവുങ്ങ് കൃഷി ചെയ്തിരുന്നു. പിന്നീട് അത് ലാഭകരമല്ലാതായതോടെ മണ്ണ് തരിശിട്ടു തുടങ്ങി. വെള്ളക്കെട്ട് നിറഞ്ഞ ഈ തരിശുഭൂമിയിൽ മഴക്കാലത്ത് വെള്ളം കയറുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കർഷകരെ വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ അതിജീവിക്കുന്നതിനും മണ്ണിന്റെ pH മൂല്യം മെച്ചപ്പെടുത്തുന്നതിനുമായി കൃഷിഭവന്റെ സഹായത്തോടെ സമയബന്ധിതമായി മണ്ണ് പരിശോധന നടത്തുകയും വേണം. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ മരക്കാട്ടുപുറം ചാലിൽത്തൊടിയിൽ കുടുംബത്തിലെ അംഗമാണ് വിനീത്. തിരുവമ്പാടി കൃഷിഭവന്റെ യുവ കർഷകനുള്ള അംഗീകാരം നേടിയ യുവാവാണ്. നിർമ്മാണ തൊഴിലാളിയായിരുന്ന വിനീത് മാതാപിതാക്കളുടെ പാത പിന്തുടർന്നാണ് കാർഷിക രംഗത്തേക്ക് ചുവടുവെച്ചത്. തുടക്കത്തിൽ ഓപ്പൺ ഫാമിംഗ് രീതിയായിരുന്നു ചെയ്തത്. പിന്നീട് മണ്ണിന്റെ ഘടനയും സ്വഭാവവും മനസ്സിലാക്കി സൂക്ഷ്മതാ കൃഷി അവലംബിച്ചതോടെ കാർഷിക ചെലവ് കുറയ്ക്കാനും അധ്വാനഭാരം പരിമിതപ്പെടുത്താനും വിളവ് വർദ്ധിപ്പിക്കാനും സാധിച്ചു. നിർമ്മാണ മേഖലയിൽ നിന്ന് മണ്ണിലേക്കിറങ്ങിയ ഈ കർഷകൻ മണ്ണിനോടും പ്രകൃതിയോടും മല്ലിട്ടാണ് കൃഷി സംരക്ഷിക്കുന്നത്. ആദ്യകാലത്ത് നിർമ്മാണ മേഖലയിലായിരുന്നു തൊഴിൽ. അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന ശേഷം അച്ഛൻ്റെ കൂടെ കൃഷിയിലേക്ക് ഇറങ്ങുമായിരുന്നു. അതിനുശേഷം ഒരു നോർമലായിട്ടുള്ള മാനുവലായിട്ടുള്ള കൃഷിയായിരുന്നു നടന്നുകൊണ്ട് വന്നത്. അതിനുശേഷം നമ്മൾ ഈ പ്രിസിഷൻ ഫാമിംഗ് വന്നതിന് ശേഷമാണ് കുറച്ച് കൂടുതൽ ഏരിയയിലേക്ക് കൃഷി വ്യാപിപ്പിച്ചത്. മാനുവൽ കൃഷിയും പ്രിസിഷൻ ഫാമിംഗും തമ്മിലാണെങ്കിൽ വളരെയധികം വളർച്ചയ്ക്കും അതുപോലെ ഉൽപ്പാദനത്തിനൊക്കെ വളരെയധികം മാറ്റമുണ്ട്. അതുകൊണ്ട് ഇപ്പം വാഴയും പച്ചക്കറിയും എല്ലാം പ്രിസിഷൻ ഫാമിംഗ് വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പാട്ടഭൂമിയായിട്ട് 12 ഏക്കറോളം സ്ഥലം നിലവിൽ ഇവിടെ ഉണ്ട്. എല്ലാ സ്ഥലവും ഞങ്ങൾ ഈ മരക്കാട്ടുപുറം തൊണ്ടിയൂർ പ്രദേശത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ്. സ്വന്തമായിട്ട് 6 സെൻറ്റും ഒരു വീടും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ലീസിനെടുത്ത ഭൂമിയിലാണ് ചെയ്യുന്നത്. അതിലാണ് നേന്ത്രവാഴയും പച്ചക്കറിയും കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്കൽ അങ്ങനെ എല്ലാവിധ വിളകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം എന്ന് വേണ്ട ഒരുവിധം എല്ലാ മാർക്കറ്റിലും ആവശ്യമായ എല്ലാ വിളകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. പരമ്പരാഗത കർഷക കുടുംബാംഗങ്ങളായ വിജയനും ഭാര്യ സുശീലയും മകൻ വിനീതും ദിവസവും പുലർച്ചെ 4 മണിക്ക് കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. പച്ചക്കറി ചെടികളെ പരിചരിച്ചും വിളവെടുത്തും 9 മണിയോടെ ഫാമിൽ നിന്ന് നേരിട്ട് പച്ചക്കറികൾ ഫാം ഫ്രഷായി ഉപഭോക്താക്കളിലെത്തിക്കുന്നു. വിനീതിന് സ്വന്തമായ കാർഷിക വിപണിയുണ്ട്. സ്വന്തം കൃഷിയിടത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അല്ലാതെ അയൽപ്രദേശത്തുള്ള കർഷകരുടെ കൃഷിയിടത്തിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളും പുതുമ നഷ്ടപ്പെടാതെ ഉപഭോക്താക്കളിലെത്തിക്കുന്നു. മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തത പരിഹരിച്ച് ചെടികൾക്കാവശ്യമുള്ള വളങ്ങളും കീടനിയന്ത്രണവും വെള്ളവും
നേരിട്ട് ചെടികളിലേക്ക് എത്തിക്കുന്ന കൃത്യതാ കൃഷിരീതിയാണ് വിനീത് അവലംബിക്കുന്നത്. ഇത് നമ്മൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ വാട്ടർ ബേസ്ഡ് വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് പിന്നെ വെഞ്ചുറൊക്കെ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇൻലൈനർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഡ്രിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ കലക്കിയിട്ട് വെഞ്ചർ വഴി വലിച്ചിട്ടാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കായികാധ്വാനം വളരെ കുറവാണ്. ഒരൊറ്റ റൗണ്ട് ലേബർ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരെ കായികാധ്വാനം വരുന്നില്ല. പറിച്ചെടുക്കേണ്ട ഒരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ. അത് ഞങ്ങൾ 4 മണിക്ക് രാവിലെ ഫീൽഡിൽ ഇറങ്ങും. ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് പറിക്കുക. 9 മണിയാകുമ്പോഴേക്ക് ഈ വിളവുകൾ മാർക്കറ്റിൽ എത്തിക്കണം. ഞങ്ങൾക്ക് ഒരു സമയം വരെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നത്. അതിന് ആളുകൾ വിവിധ ഭാഗത്തു നിന്നും ഈ പ്രദേശത്തേക്ക് ഇതിനായിട്ട് വരികയാണ്. കൃഷിഭവൻ്റെ മേൽനോട്ടത്തിൽ വിഷരഹിത പച്ചക്കറിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ വിൽക്കാൻ കഴിയുന്നത്. സമ്മിശ്ര കൃഷിയാണ്. ജൈവവളവും രാസവളവും കൂടി ഉപയോഗിച്ചിട്ട് രാസകീടനാശിനികളെ പരമാവധി തോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ കൃഷി മുന്നോട്ട് പോകുന്നത്. മണ്ണിന്റെ അപര്യാപ്തത പരിഹരിച്ച് മികച്ച രീതിയിൽ കൃഷി അനുവർത്തിക്കുന്നതിനായി കൃഷിഭവൻ കർഷകർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. വിനീത് ചെയ്യുന്ന കൃഷി ഈ ഏരിയ പ്രധാനമായിട്ടും നേരത്തെ വയലായിരുന്നതും പിന്നീട് നെൽകൃഷി ചെയ്യാതെയും മണ്ണിട്ട് നികത്തിപ്പോയ തരം മാറ്റം വന്നുപോയ ഭൂമിയുമാണ്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം പൊങ്ങുകയും വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമം നേരിടുകയും ചെയ്യുന്നു. ഇതോടുകൂടി തന്നെ മണ്ണിൻ്റെ അമ്ലത്വം വളരെ കൂടുതലാണ്. ഇവിടുത്തെ മണ്ണ് പരിശോധിച്ചാൽ 4.5 മുതൽ 5.5, 6 വരെയാണ് pH. ഈ pHും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിലെ മൂലകങ്ങളുടെ അപര്യാപ്തത, പൊട്ടാഷ്, സൂക്ഷ്മ മൂലകങ്ങൾ തുടങ്ങിയവയുടെ അപര്യാപ്തത വളരെ കൂടുതലാണ്. ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ ഈ കൃഷിഭൂമിയെ ഏറ്റവും മാതൃകാപരമായിട്ട് കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കുന്നതിൽ വിനീതിൻ്റെ ഈ പ്രിസിഷൻ രീതി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ കൂടെ ഈ മണ്ണിലെ pH കുറക്കുന്നതിനാവശ്യമായ ഇടപെടലും പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ അടക്കമുള്ള മൂലകങ്ങളുടെയും പ്രയോഗവും രോഗകീടങ്ങളെ നിയന്ത്രിക്കുന്നതിനും പിന്നെ വിളവെടുപ്പ് കാലം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വിനീതിനെ നന്നായി സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് വിനീത് ഇത് മികച്ച ഒരു വരുമാന മാർഗമായിട്ട് ഈ പച്ചക്കറി കൃഷിയും മറ്റു വാഴ, ചേമ്പ്, ചേന തുടങ്ങിയ കൃഷിയും വിനീത് സമീപിക്കുന്നു. ഇന്ന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉപജീവന മാർഗവും ഈ കൃഷിയിടത്തിൽ നിന്നാണ്. 6 സെന്റ് പുരയിടവും വീടും സ്വന്തമായുള്ള വിജയൻ തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യം രൂക്ഷമായതോടെ തെങ്ങ് കയറ്റം മതിയാക്കി. 8 വർഷം മുമ്പ് സമീപത്തുള്ള തരിശുഭൂമി പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഇന്ന് 12 ഏക്കറോളം പാട്ടഭൂമിയിൽ വെണ്ട, വഴുതന, പയറ്, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട്. വിജയന്റെ കുടുംബം മുഴുവൻ ഇന്ന് കൃഷിയിടത്തിൽ പണിയെടുക്കുന്നു. ഞാൻ ആദ്യം ഒരു തെങ്ങേറ്റ തൊഴിലാളിയായിരുന്നു. അസുഖമില്ലാതെ പിന്നെ പച്ചക്കറിയിലേക്ക് ഇറങ്ങി. കൂടെ ഭാര്യ ഉണ്ടാവും. എല്ലാതരം പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്തത് ഓപ്പൺ കൃഷിയായിരുന്നു. അത് ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പം പിന്നെ മോൻ ഈ സമ്പ്രദായത്തിൽ വന്നപ്പോൾ അവൻ്റെ കൂടെ കൂടി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. പച്ചക്കറി എത്ര ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇവിടെ റോഡ് സൈഡിൽ വെച്ച് വിറ്റ് തീരും. തികയാത്ത കുഴപ്പമുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് കിട്ടുന്നത് പരമാവധി ഞങ്ങൾ മേടിക്കും. അതും കൂട്ടിയാണ് വിൽക്കുന്നത്. പിന്നെ എല്ലാതരം ചേമ്പ്, ചേന, കാച്ചിൽ, കിഴങ്ങ്, കൂർക്ക, എല്ലാ ടൈപ്പ് കൃഷികളും അതായത് കാലത്തിനനുസരിച്ചുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ മാസവും പച്ചക്കറി ഉണ്ടാവും. മഴക്കാലത്തുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്, വേനൽക്കാലത്തുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ വിൽപ്പനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഉച്ചയ്ക്ക് 4 മണിയാകുമ്പോഴേക്കും അല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങും. പിന്നെ 9-9:30 മണിയാകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ. അതുവരെയുള്ള വയൽ തന്നെയാണ് പണി ഫുള്ളായിട്ട്. കൃഷി ലാഭം ഇത് തന്നെയാണ്. ഓപ്പണേക്കാൾ ലാഭം, അധ്വാനം വളരെ കുറവ്. മറ്റേ ആദ്യത്തെ രീതി സമ്പ്രദായമാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ നനയ്ക്കുന്നത് ഇതൊരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മൾ നനയും വളം കൊടുക്കലും കഴിയുന്നുണ്ട്. നേരത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പോയി കിടന്നാൽ ഉറക്കം വരില്ല. പുറത്തുകൂടി നടുവേനയായിട്ട് യോസ് പിടിച്ച് വലിച്ചിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വളരെ സുഖമാണ്. ഈസിയാണ് കൃഷി, ലാഭമാണ്. ലാഭമല്ല എന്നുള്ളത് പറയുന്നത് കൃഷിയെ മടിയുള്ളത് മാത്രമേ ലാഭമല്ല എന്ന് പറയുള്ളൂ.
ഞാൻ പറയുമ്പം എത്രയോ ലാഭം കൊണ്ടാണ് ഈ സമ്പ്രദായം തന്നെ നമ്മൾ കൃഷിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എല്ലാ അത്യാവശ്യ കാര്യങ്ങളും നടത്തി പോകുന്നത്. തിരുവമ്പാടി കൃഷിഭവന്റെ പരിധിയിലുള്ള പ്രദേശത്ത് പാട്ടഭൂമിയിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് നടത്തി വിജയം കൈവരിച്ച വിനീത് കൃഷിഭവന്റെ മാതൃകാ യുവകർഷകനുള്ള അംഗീകാരം നേടിയിട്ടുണ്ട്. ഫാം ഗേറ്റ് സെയിൽസ് അഥവാ ഡയറക്റ്റ് മാർക്കറ്റിലൂടെ പച്ചക്കറികൾ പുതുമയോടെ വിൽപ്പന നടത്തുന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. വിനീതിൻ്റെ പ്രത്യേകത, വിനീതിൻ്റെ മാർക്കറ്റിൽ വിനീതിൻ്റെ കൃഷി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഈ പരിസരത്തുള്ള തൊട്ടടുത്ത പഞ്ചായത്തുകളിലുള്ള കർഷകരുടെയും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിനീതിൻ്റെ മാർക്കറ്റിൽ വിറ്റുപോകുന്നുണ്ട്. നല്ല വില കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കാണെങ്കിൽ ഏറ്റവും ഫാം ഫ്രഷ് ഉൽപ്പന്നങ്ങൾ, ഏറ്റവും ഫ്രഷായ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന സംവിധാനമാണ്. വളരെ വിജയകരമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ തിരുവമ്പാടി പഞ്ചായത്തിൽ സർക്കാർ ഈ കൃഷിക്കാരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫാം ടൂറിസം പദ്ധതിയാണ്. പിന്നെ കൂടാതെ വന്യമൃഗശല്യം പരിഹാര നിർദ്ദേശങ്ങളുടെ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ സോളാർ ഫെൻസിങ്, അല്ലാതെ സാധാരണതയിലുള്ള ഫെൻസിങ്, പിന്നെ പ്രിസിഷൻ ഫാമിങ്ങിന് ഉള്ള സഹായങ്ങൾ, വിസ്തൃതി വ്യാപനം നടത്തുന്നതിനുള്ള സഹായങ്ങൾ, പിന്നെ ഇത് കൂടാതെ ഫെർട്ടിഗേഷൻ, മൾച്ചിങ് ഷീറ്റ് തുടങ്ങിയ സാധനങ്ങൾ ചെയ്യുന്നതിനുള്ള സഹായങ്ങളൊക്കെ കൃഷി വകുപ്പിൻ്റേതായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. തിരുവമ്പാടിയിൽ പൊതുവെ മണ്ണിലെ അസിഡിറ്റി വളരെ കൂടുതലായതിനാൽ കർഷകർ ആദ്യം ചെയ്യേണ്ടത് ഈ അസിഡിറ്റി ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഈ അസിഡിറ്റി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് പരിശോധന നടത്തുന്നതിനും അതിന് ആനുപാതികമായിട്ട് മൂലകങ്ങളുടെ ശുപാർശ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ കൃഷി വകുപ്പ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ശീതകാല വിളകളും വേനൽക്കാല വിളകളും ഒരുപോലെ സൂക്ഷ്മതാ കൃഷിയിലൂടെ മികച്ച വിളവ് നൽകുന്നു. ക്യാബേജ്, കോളിഫ്ലവർ, പീച്ചിൽ, പാവൽ, പടവലം, വഴുതന, പയർ, വെണ്ട, ചീര തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യഘട്ട വിളവെടുപ്പിന് ശേഷം വിഷുവിന് ആവശ്യമായ കണിവെള്ളരി, കക്കരി തുടങ്ങിയവ നട്ടിട്ടുണ്ട്. പച്ചക്കറിയായിട്ട് ഞങ്ങൾ പയർ, വെണ്ട, ഇപ്പം നിലവിലുള്ളത് പയറും വെണ്ടയും ആണ് നിലവിൽ പറിക്കുന്നത്. കയ്പ, പടവലം, പീച്ചിൽ, ചതുരപ്പയർ എന്ന് പറയുന്നത് പീച്ചിങ്ങ, ഇത്രയും സാധനമാണ് ഇപ്പം ഉൽപ്പന്നമായിട്ടുള്ളത്. ഇനി കക്കരിയും വെള്ളരിയൊക്കെ, കണിവെള്ളരിയൊക്കെ ഇപ്പം കയറി വരുന്നതുള്ളൂ, വിത്തിട്ടിട്ട് മുളച്ച് വരുന്നതുള്ളൂ. അത് സീസൺ അടിസ്ഥാനമായിട്ടാണ്, വിഷു അടുപ്പിച്ചാണ് കണിവെള്ളരിക്ക് ചിലവുള്ളത്. അപ്പോൾ അതിനനുബന്ധമായിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. പിന്നെ വഴുതനുണ്ട്, കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പച്ചമുളകുണ്ട്, അങ്ങനെ എല്ലാവിധ വിളകളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ചെയ്യുന്നത് പയറും വെണ്ടയും പാവലും പടവലുമാണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ആവശ്യമുള്ള സാധനമായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വെർട്ടിക്കൽ രീതിയിലാണ് പയർ നട്ടിട്ടുള്ളത്. ഇതിനാൽ കൂടുതൽ ഉൽപാദനം ലഭിക്കുന്നു. പയർ ഇരുവശങ്ങളിലേക്കും വളരുന്നതിന് സഹായിക്കുന്നു. പാഴാക്കിക്കളയുന്ന കവുങ്ങിന്റെ പാളികൾ അഥവാ അലകിൽ ഫിഷ് നെറ്റ് ഉപയോഗിച്ചാണ് പയറിന് പടർന്നു വളരാനുള്ള സൗകര്യം ഒരുക്കുന്നത്. പന്തലിടുന്നതിനേക്കാൾ ലാഭവും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമാണ് ഈ രീതി. അപ്പോൾ ഞങ്ങൾ ഈ വെർട്ടിക്കലായിട്ട് പന്തൽ വല കെട്ടിയിട്ടാണ് പയർ വളർത്തുന്നത്. അതിന് വളർച്ചയ്ക്ക് വളരെയധികം ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ കവുങ്ങായിരുന്നു. അപ്പം കവുങ്ങ് നമുക്ക് വ്യാപകമായി കിട്ടാറുള്ളതുകൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് ഈ കവുങ്ങിൻ്റെ തടി ചെത്തി അതാണ് നമുക്ക് ഇതിന് താങ്ങായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലും ചിലവ് വളരെ കുറവാണ്. പ്രിസിഷൻ ഫാമിങ്ങിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു 2 ഇരട്ടിക്ക് അധികം വിളവ് ലഭിക്കുന്നുണ്ട്. അതുപോലെ രോഗങ്ങളും വളരെ കുറവാണ്. ഈ കൃഷിയിടത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ മണ്ണിന്റെ അമ്ലത മാത്രമല്ല, വന്യമൃഗശല്യവുമുണ്ട്. വയൽ പ്രദേശമായതിനാൽ കുളക്കോഴിയും ഞണ്ടുമെല്ലാം ചെടികൾ നശിപ്പിക്കും. വിത്ത് മുളച്ചു വരുമ്പോഴാണ് ഞണ്ട് തൈകൾ മുറിച്ചു കളയുന്നത്. നമ്മളിത് ബെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
ഇത് ആദ്യം വയലായിരുന്നു, നെൽകൃഷിയായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത്. അതിനുശേഷം കവുങ്ങ് വെച്ചു. കവുങ്ങ് നശിച്ചു പോയതിനു ശേഷം കുറേ കാലം തരിച്ചു കിടന്ന ഭൂമിയാണ്. അപ്പോൾ നമ്മളത് കാടൊക്കെ വെട്ടി തെളിച്ച് കിളച്ച് കുമ്മായം കൊടുത്ത് 15 ദിവസത്തിന് ശേഷം അടിവളമായ ചാണകവും കോഴിവെള്ളം കൊണ്ട് കമ്പോസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇതിന് അടിവളം കൊടുക്കുന്നത്. അതിനുശേഷം മൾച്ചിങ് അടിച്ച് പൈപ്പ് ലൈൻ അടിച്ച് മൾച്ചിങ് അടിച്ച് ഡ്രിപ്പിട്ട് ഹോൾസ് ഇട്ടിട്ടാണ് നമ്മൾ വിത്തിടുന്നത്. ആ വിത്തുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഞണ്ടിൻ്റെ പ്രശ്നം വന്നത്. കുറേ കാലം തരിച്ചു കിടന്ന ഭൂമി ആയതുകൊണ്ട് ഞണ്ട് പ്രശ്നം വന്നു. അങ്ങനെ അതിന് പരിഹാരം തേടിയാണ് ഒരുപാട് ബുദ്ധിമുട്ടായി. അതിനുശേഷം നമ്മൾ ബോട്ടിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി ബോട്ടിൽ കട്ട് ചെയ്തു, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചു. അത് വലിയ വിജയമായി. ഇപ്പോൾ നമ്മൾ ആ ബോട്ടിൽ കട്ട് ചെയ്ത് അതിനകത്താണ് വിത്തിടുന്നത്. അതുകൊണ്ട് ഞണ്ടിൻ്റെ പ്രശ്നം നമുക്ക് 100% പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് അവരതിൻ്റേതായ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വിനീത് തിരുവമ്പാടി കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകനായി മാറുന്നത്. ഓപ്പൺ ഫാം കൃഷിയെ അപേക്ഷിച്ച് ലാഭകരമാണ് പ്രിസിഷൻ ഫാമിംഗ് എന്നാണ് വിനീത് പറയുന്നത്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.